തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തും. വെടിമരുന്ന് സൂക്ഷിക്കുന്ന അറ ശൂന്യമാക്കി വെക്കണമെന്ന പൊതു നിബന്ധന പാലിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം പൂരത്തിന് വെടിക്കെട്ട് നടത്തുക. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തി എല്ലാവർക്കും വെടിക്കെട്ട് ആസ്വദിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രിമാരായ കെ രാജനും ആർ ബിന്ദുവും അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർ ഇക്കാര്യം പറഞ്ഞത്. വെടിക്കെട്ട് തൃശ്ശൂർ വെടിക്കെട്ട് സാധാരണത്തെ പോലെ നടത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല. ഇത് എംപ്റ്റി ആക്കി വെക്കണം എന്ന പൊതു നിബന്ധന അവരെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയും എന്നവർ തന്നെ എഴുതി നൽകിയ സാഹചര്യമുണ്ട്. AGയുടെ ഉപദേശം കൂടി കേട്ടുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടത്തും. പിന്നെ അതിലേക്ക് ഇനിയും ആളെ കൊണ്ടുവരാനുള്ള അടുപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചുകൊണ്ട് പരമാവധി അതിനകത്തുള്ള നിബന്ധനകൾക്ക് ധാരണയായി നമ്മൾ കൊണ്ടുവരും. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഇനിയും ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് വെടിക്കെട്ടിന് തീ കൊളുത്താൻ പോകുന്ന ആളുടെ ഷൂസിൽ പോലും ഏതെങ്കിലും വിധത്തിലുള്ള മെറ്റലുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് തുടർ നടപടികൾ പറയുന്നുണ്ട്. അതിനൊക്കെ പ്രശ്നം നിർബന്ധം പിടിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ. ഇപ്പോൾ വെടിക്കെട്ട് ഈ വിധത്തിൽ നടന്നില്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ പൂരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ശോഭയും കെടും എന്നുള്ളത് കൊണ്ട് AGയുടെ ഒരു നിയമോപദേശം വാങ്ങി നേരത്തെ പറഞ്ഞതുപോലെ മാഗസിൻ എംപ്റ്റി ആക്കി വെക്കാമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പൊതു സുരക്ഷ ജില്ലാ മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുന്ന പക്ഷം അതിനുള്ള അനുവാദം കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ അനുവാദം ഇപ്പോൾ കൊടുക്കാം.